പാകിസ്ഥാൻ വല്ലാതെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എല്ലാ പ്ലാനിങ്ങുകളും ഇന്ത്യ തകർക്കുകയാണ്. ഒരു വിധത്തിൽ നോക്കിയാൽ പാക് സേനയിൽ തന്നെ ഏതെങ്കിലും അജ്ഞാതർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകും. പാക് മേധാവിയെ കണ്ടിട്ട് തന്നെ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാക് മേധാവി ഹസീം മുനീറിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. പാക് പ്രധാനമന്ത്രിക്ക് പൈൽസ്, അതായത് മൂലക്കുരു എന്ന അസുഖം മൂലം അദ്ദേഹം ആശുപത്രിയിലാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു. രണ്ടുപേരും, ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടെങ്കിലും വരുന്നു, മറ്റേയാൾ ജീവനോടെ ഉണ്ടോ അതോ തീർന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? നമ്മുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴേ ലോക ചരിത്രത്തിൽ യുദ്ധം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതുപോലെയല്ല അതൊക്കെ നടന്നിട്ടുള്ളത്. അത് പെട്ടെന്നിങ്ങനെ ഏതെങ്കിലും ഒരു സംഭവത്തെ തുടർന്ന് അതിൻ്റെ റിയാക്ഷനായിട്ടാണ് യുദ്ധങ്ങൾ എപ്പോഴും നിന്നത്. ഇവിടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം വേണമെങ്കിൽ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാനെ കയറിയടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതങ്ങനെ നിർവഹിക്കപ്പെട്ടില്ല. എന്ത് എന്ന് പറയുന്ന ചോദ്യം എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലാണ് പാകിസ്ഥാനകത്തുള്ള പലതരം വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പാക് സൈന്യം എന്ന് പറയുന്നത് ദുർബലമാക്കപ്പെടുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിരവധി ആളുകളാണ് പട്ടാള ജോലി ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അവരുടെ കുടുംബങ്ങൾ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നാശത്തിലേക്ക് പോവുകയും തങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ അവശേഷിക്കാത്ത തരത്തിൽ അത് നശിച്ചു പോകാം എന്ന് കരുതിയിട്ടൊക്കെ ആകാം ഇവരെല്ലാം ഇങ്ങനെ പിൻവാങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുന്നത്, സർവ്വസൈന്യാധിപൻ്റെ തിരോധാനം കാണാനില്ല. അതിന് ഇതുവരെയായിട്ട് ഒരു വാർത്തയും പുറത്ത് അവർ കൊടുക്കുന്നില്ല. ഔദ്യോഗികമായിട്ട് വല്ല വാർത്തയും വന്നിട്ടില്ല. അതായത് കുടുംബത്തെ ബ്രിട്ടനിലേക്ക് മാറ്റി എന്ന് പറയപ്പെടുന്നു. യുദ്ധം നടക്കാൻ പോകുന്ന സമയത്ത് തന്നെ പടത്തലവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ യുദ്ധമുന്നണിക്ക് എന്ത് പ്രസക്തിയാണുണ്ടാവും? അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അതിശക്തമായിട്ട് ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യാനായിട്ട് പാക് സേന സജ്ജരാണ് എന്നാണ് വരുന്നത് എങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലെടുത്ത് അവർക്കെതിരെ ഒരു ആക്രമണം ആരംഭിക്കാനായിട്ടുള്ള സാധ്യതയാണ് സാധാരണ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവരിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയോട് പറയുകയാണ്, ഇവിടെ ഒന്നുമില്ല, ഞങ്ങളുടെ സൈന്യാധിപൻ തന്നെ കാണാനില്ല, ഞങ്ങളുടെ പട്ടാളക്കാരിൽ നിരവധി ആളുകൾ ഇതൊക്കെ നിർത്തിപ്പോകുന്നു, ഞങ്ങളാരും യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്ന് ഉള്ള ഫീൽ ഉണ്ടാക്കി അവർ വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ മന്ത്രിമാരൊക്കെ പ്രസ്താവന നടത്തുന്നത് അങ്ങനെയല്ല. നാളെ ഇന്ത്യ യുദ്ധം ആരംഭിക്കും എന്ന് അവർ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഒരിടത്തൊന്നും കാണുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാൻകാരെ മുഴുവൻ അവർ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ നിങ്ങൾ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും, കാരണം ഇന്ത്യ നമ്മളെ കയറി ആക്രമിക്കും, അങ്ങനെ അക്രമികളാണ് ഇന്ത്യക്കാർ എന്ന് പറയുന്ന വാർത്തയാണ് അവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സൈന്യത്തിനിടയിൽ ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാൻ സാധ്യതയാണ്. ഒന്ന്, ബോധപൂർവം പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്ത് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത്, പാക് സൈന്യത്തിൽ തന്നെ നുഴഞ്ഞുകയറ്റം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഉണ്ടാകാം. അവരവിടെ അതിനകത്തുണ്ടാക്കുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ ഈ രീതിയിൽ പ്രകടമാക്കപ്പെടാവുന്നതാണ്. കാരണം സൈന്യത്തിനകത്ത് നുഴഞ്ഞു കയറി സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ തകർക്കാൻ പറ്റുന്ന രീതിയിൽ പ്രചരണം നടത്തുക, അജ്ഞാതന്മാരുടെ ഒരു അക്രമം പല സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലേ. ആരായിരിക്കണം ഈ അജ്ഞാതൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. അവരെയാണ് നമ്മൾ സ്പൈസ്, ചാരന്മാർ എന്ന് പറയും. ഈ ചാരന്മാരുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇന്ത്യക്കതിൽ ഒരുപക്ഷെ നല്ല പങ്കുണ്ടാകാം. ഇത്തരം വാർത്തകൾ അത് നമ്മൾക്ക് കൃത്യമായിട്ട് മുഴുവനായിട്ട് ലഭ്യമല്ല. പക്ഷേ നമ്മുടെ പട്ടാളത്തിന് അവിടെ നിന്ന് ഇത്തരം വാർത്തകൾ കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമുന്നണി നമ്മൾ രൂപപ്പെടുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം. കാരണം ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് 13 ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഭക്ഷണ സാധനങ്ങളും എല്ലാം ആയിട്ട് അവിടെ നിന്ന് പൊക്കോളൂ, ഇവിടെ നിന്നാൽ ആക്രമണം ഉണ്ട്. അപ്പം ഏത് നിമിഷവും ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന രാഷ്ട്രങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതെന്നാണ് ജനങ്ങളെ ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ പട്ടാളത്തെ ഫില്ല് ചെയ്യണമല്ലോ. പട്ടാളത്തെ നിറക്കുകയും ഈ ശത്രു പട്ടാളം കയറി വരുമ്പോൾ അവരെ അടിക്കാൻ ഇവരെ പ്രാപ്തരാക്കി നിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതാണ് യുദ്ധതന്ത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. കാലാൾ പട്ടാളം തമ്മിൽ ഉള്ള യുദ്ധമാണ് നടക്കുന്നത് എങ്കിൽ, കരസേനകൾ തമ്മിലുള്ള യുദ്ധമാണ് എങ്കിലാണ് നമ്മൾ ഈ പറയുന്നതിന് പ്രസക്തിയുള്ളൂ. പക്ഷേ യുദ്ധം കരസേന മാത്രമായിട്ടായിരിക്കില്ല. ആ അതിർത്തിയിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് സിവിലിയൻസിൻ്റെ കൊല ഒരുപാട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് മരണം സിവിലിയൻസിന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പട്ടാളത്തിന് കുറച്ചും കൂടി സൗകര്യപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് വേദി ഒരുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ അമ്യൂണിഷൻസൊക്കെ നിരത്തി വെച്ച് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സജീവമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വശത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, ഇവരേക്കിൽ ഒഴിച്ച് ആ പ്രദേശം മുഴുവനും യുദ്ധത്തിന് പാകമാക്കി വെക്കുകയും പിന്നീട് വേണമെങ്കിൽ അവർക്ക് തിരിച്ച് നമ്മളെന്ത് ചെയ്യാം, ആക്രമിക്കാം. പക്ഷെ നമ്മളുടെ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജാഗ്രതയോടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അവർ ആളൊഴിപ്പിക്കുന്ന വാർത്തയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ആളൊഴിപ്പിക്കുന്ന വാർത്ത വരിക എന്ന് പറഞ്ഞാൽ കരസേനയുടെ മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് അതിൻ്റെ അർത്ഥം. കരസേന ആക്രമിക്കാൻ ആരംഭിക്കുമ്പോൾ മാത്രമാണ് അതിർത്തിയിൽ നിന്ന് സാധാരണ രീതിയിൽ ആളുകൾ ഒഴിപ്പിക്കുന്ന ഇതുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് കരസേനയുടെയും അതേപോലെ തന്നെ നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്തമായിട്ടുള്ള അറ്റാക്ക് ആവാനുള്ള സാധ്യത കൂടുതൽ. രണ്ട്, ആ രീതി തുടരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്പോട്ട് തിരഞ്ഞെടുത്ത് ആ പ്രദേശം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാകാം. അത് കഴിഞ്ഞ് തിരിച്ച് എന്ത് ചെയ്യും, അവിടെ വെച്ച് നിർത്തി ഇന്ത്യ തിരിച്ചു പോരുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അറ്റാക്കാണ് ഈ സംഭവത്തിനകത്ത് ഇന്ത്യ നിർവഹിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതല്ലാണ്ട് സ്ഥിരമായൊരു യുദ്ധം നടത്തി പാകിസ്ഥാൻ്റെ എല്ലാ മേഖലകളിലും ഇരച്ചു കയറി പാകിസ്ഥാനെ തകർത്ത് കളയുക എന്ന് പറയുന്ന ലക്ഷ്യമുണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം അതൊരു വലിയ യുദ്ധമായിട്ട് മാറും. ആ യുദ്ധത്തിൽ നമുക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അതിന് പകരമായിട്ട് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേക സ്പോട്ട് തിരഞ്ഞെടുത്ത് വെച്ചിട്ട് അതടിച്ച് നോക്കിയിട്ട് അവരെ മാത്രം അറ്റാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് പിന്നീട് ഒരു തുടർ അറ്റാക്ക്, ഈ തുടരും എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. തുടരും എന്ന് പറയുന്നത് നല്ലതല്ല നമുക്ക്. കാരണം അത് നമ്മുടെ നിത്യജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. യുദ്ധമായി കഴിഞ്ഞാൽ അതിന് നഷ്ടം നമ്മളെന്തായാലും സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം ഈ പ്രത്യേക സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് സ്പോട്ട് എന്നൊക്കെ പറയുന്നത് ഭീകരരെ ഒളിച്ചിരിക്കുകയോ ഭീകരരുടെ പ്രവർത്തനം സജീവമായിട്ട് നിർവഹിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ആ സ്ഥലങ്ങളായിരിക്കും മിക്കവാറും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. അതിൽ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനങ്ങൾ നടക്കുക. കാരണം അതിന് രണ്ട് ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചു. രണ്ട്, നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചത് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദികൾ താമസിക്കുന്ന ഇടത്തെയാണ്, അല്ലെങ്കിൽ അവിടെയാണ് തകർത്തത് എന്ന് പറയാം. അത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് കുറച്ചും കൂടി ബലം നൽകുന്നൊരു കാര്യമാണ്. നമ്മളൊരു സിവിലിയൻസിനെയും അറ്റാക്ക് ചെയ്യുന്നില്ല, നമ്മൾ പട്ടാളത്തെ പോലും എന്ത് ചെയ്യുന്നില്ല, ആക്രമിക്കുന്നില്ല. പകരം പാകിസ്ഥാനിൽ തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ള തീവ്രവാദികളെ നശിപ്പിക്കാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ അക്രമം എന്ന് പറയുന്നത് തീവ്രവാദികൾക്കെതിരെ മാത്രമുള്ള ഒരു അക്രമമാണ് എന്ന് നമുക്ക് പറയാനും അതിന് അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ അംഗീകാരം നേടാനും കഴിയും. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെ മാറിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക്